ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Q4 ഏർണിംഗ്സ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. ക്വാർട്ടർലി ഏർണിംഗ്സ് റിപ്പോർട്ടുകൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു 3 മാസത്തെ പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ട് പോലെയാണ്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനായാലും ട്രേഡേഴ്സിനായാലും ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് അത് വിലയിരുത്താൻ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് ആണിത്. ഇപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിൻ്റെ ബിസിനസ് പെർഫോമൻസ് എങ്ങനെയാണെന്ന് പരിശോധിക്കാനും, അതുപോലെ ഒരു ഷോർട്ട് ടേം ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആ സ്റ്റോക്കിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുമാണ് ഒരു ക്വാർട്ടർലി റിസൾട്ടിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ സ്ക്രീനർ സൈറ്റിലെ ഡാറ്റ പ്രകാരം ഈ ഒരു ഏപ്രിൽ 24 വരെ ഏകദേശം 170ഓളം സ്റ്റോക്കുകളുടെ ഒരു റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിഫ്റ്റിയിൽ വലിയ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകളുടെ ഭൂരിഭാഗം റിസൾട്ടുകളും ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെ റിലയൻസിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. നമുക്കറിയാം റിലയൻസിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം HDFC ബാങ്ക് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇപ്പോൾ 8.8% മുതൽ 8.9% വരെയാണ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മാത്രം വെയിറ്റേജ്. കൂടാതെ ഇന്ത്യയിലെ ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ മാർക്കറ്റ് ക്യാപ്പിൻ്റെ കാര്യത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ റിസൾട്ട് പരിശോധിക്കുമ്പോൾ കാണുന്നത് അതിൻ്റെ റവന്യൂ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും നെറ്റ് പ്രോഫിറ്റിൽ ഇടിവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മൾ റിലയൻസിൽ കാണുന്നത്. നെറ്റ് പ്രോഫിറ്റ് കാണിക്കുന്നത് 16,971 കോടിയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഉണ്ടായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിനെ അപേക്ഷിച്ചിട്ട് 12.5% ഒരു കുറവാണ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളത്. റവന്യൂവിൽ 2.98 ലക്ഷം കോടിയാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 13% വർധനമുണ്ട്. റിസൾട്ടിനോടനുബന്ധിച്ച് 6 രൂപയുടെ ഒരു ഡിവിഡൻഡ് റിലയൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ റിലയൻസിൻ്റെ ഒരു റിസൾട്ട് അതിൻ്റെ പല വിധത്തിലുള്ള ബിസിനസ് സെഗ്മെൻറ്റ് വൈസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് റിലയൻസ് ജിയോ ആണ്. അതായത് ജിയോ പ്ലാറ്റ്ഫോം ആ ഒരു ഡിജിറ്റൽ സർവീസസ് വിഭാഗമാണ് മികച്ച വളർച്ച ഈ ഒരു ക്വാർട്ടറിലും കാണിച്ചിട്ടുള്ളത്. കാരണം അവിടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 13% വർധനമുണ്ട്, അതുപോലെ റവന്യൂവിൽ 12% വർധനമുണ്ട്. അപ്പോൾ ഈ ടെലികോം കമ്പനികളുടെ ആ ഒരു ബിസിനസ് പെർഫോമൻസ് പരിശോധിക്കുന്ന ആവറേജ് റേറ്റ് പെർ യൂസർ എന്ന ഒരു പാരാമീറ്റർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് 214 എന്ന ലെവലിലാണ് ജിയോയുടെ ഇത് കാണുന്നത്. അതായത് ഒരു മാസം ഒരു സബ്സ്ക്രൈബർ എത്ര പൈസ ജിയോയ്ക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവരുടെ 5G സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിലുണ്ടായ വർധനവ് ഈ ജിയോയുടെ റിസൾട്ടിൽ വലിയ തോതിൽ പോസിറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ റിലയൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗമായിട്ടുള്ള റിലയൻസ് റീറ്റെയിൽ ആ ഒരു മേഖലയിലും വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കാണുന്നത്. കാരണം നെറ്റ് പ്രോഫിറ്റിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് ഒരു 0.5% ചെറിയൊരു വർധനവ് മാത്രമാണുള്ളത്. പക്ഷേ റവന്യൂവിൽ 11% വർധനവുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് സ്റ്റോറുകൾ ആരംഭിച്ചതും അതുപോലെ ഓൺലൈനിലുള്ള സെയിൽസിലുള്ള വരുമാനം കൂടിയതുമാണ് ഈ റിലയൻസ് റീറ്റെയിലും നല്ല പെർഫോമൻസ് നടത്താൻ കാരണമായിട്ടുള്ളത്. എന്നാൽ റിലയൻസിൻ്റെ മേജർ ബിസിനസ് ആയിട്ടുള്ള ഓയിൽ ടു കെമിക്കൽസിലേക്ക് വരികയാണെങ്കിൽ വരുമാനത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. 1.84 ലക്ഷം കോടിയാണ് വരുമാനം. അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 12.4% വർധനവ് റവന്യൂവിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 3.7% കുറവാണ് കാണുന്നത്. നമുക്കറിയാം ഗ്ലോബലായിട്ട് ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുണ്ടായിട്ടുള്ള വർധനവും അതുപോലെ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു അൺസർട്ടനിറ്റി കാരണം ഇൻഷുറൻസും ഷിപ്പിംഗ് ചെലവുകളും ഒക്കെ കൂടിയത് ഇവരുടെ ലാഭത്തെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ മനസ്സിലാകുന്നത്. അതുപോലെ ഓയിൽ ടു ഗ്യാസ് ബിസിനസ്സിലായാലും അവിടെ കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ റീറ്റെയിൽ, ടെലികോം എന്നീ വിഭാഗങ്ങളിൽ മികച്ച വരുമാനം നൽകിയപ്പോൾ ഈ ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിൽ വലിയ വെല്ലുവിളിയാണ് റിലയൻസ് നേരിട്ടിട്ടുള്ളത്. എങ്കിലും മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ റിലയൻസിൻ്റെ റവന്യൂ റെക്കോർഡ് ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വളർച്ചയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഇടിവ് താൽക്കാലികമാണെന്നും പൊതുവെ നമുക്ക് വിലയിരുത്താൻ കഴിയും. അതുകൊണ്ട് ഷോർട്ട് ടേമിൽ തീർച്ചയായിട്ടും ഇതൊരു നെഗറ്റീവായിട്ട് മാർക്കറ്റിൽ വന്നേക്കാം. ഗ്ലോബൽ ക്രൂഡ് ഓയിൽ പ്രൈസസ് ഒക്കെ ഇമ്പ്രൂവ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു റിക്കവറി റിലയൻസിൽ ഉണ്ടായേക്കാം. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച റിസൾട്ട് പ്രസിദ്ധീകരിച്ച പല സ്റ്റോക്കുകളുടെയും റിസൾട്ടുകളൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് ബെസ്റ്റ് റിസൾട്ടുകൾ പിക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ കാണുന്നത് അവിടെ ഓൾറെഡി 170 റിസൾട്ടുകളാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ ഇയർ ഓൺ ഇയർ സെയിൽസ് 20% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 20% വർധനവും, അതേപോലെ ഇതിന് ആനുപാതികമായിട്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും സെയിൽസിലും പ്രോഫിറ്റിലും വർധനവ് ഉണ്ടായിട്ടുള്ള മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 10 സ്റ്റോക്കുകളെ സെലക്ട് ചെയ്യാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫിൽട്ടർ ചെയ്യുമ്പോൾ ഏകദേശം 30 സ്റ്റോക്കുകൾ ഈ രീതിയിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് റിസൾട്ട് തന്നിട്ടുണ്ട്. അതായത് 120 സ്റ്റോക്കുകളിൽ 30ഓളം സ്റ്റോക്കുകൾ ഇത്തരത്തിലുള്ള റിസൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 10 സ്റ്റോക്കുകളുടെ റിസൾട്ടിനെ കുറിച്ചുള്ള ഒരു
വിലയിരുത്തൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ സ്റ്റോക്കുകൾ ഒഴിച്ചുള്ള ഇനിയുള്ള 10 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്റ്റോക്കുകളെ മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിലാണ് ടോപ്പ് 10 സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് നെസ്ലെ ഇന്ത്യയാണ്. നമുക്കറിയാം സ്വിറ്റ്സർലാൻഡ് ബേസ് ചെയ്തിട്ടുള്ള നെസ്ലയുടെ സബ്സിഡിയറിയാണ് നെസ്ലെ ഇന്ത്യ. ഫുഡ് സെഗ്മെന്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ കമ്പനിയുടെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 22%, പ്രോഫിറ്റിൽ 28% വർധന ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ്. ലെഡ്, സിൽവർ, സിങ്ക് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനി വേൾഡിലെ 2nd ലാർജസ്റ്റ് സിങ്ക് പ്രൊഡ്യൂസറും അതുപോലെ വേൾഡിലെ 3rd ലാർജസ്റ്റ് സിൽവർ പ്രൊഡ്യൂസറും കൂടിയാണ്. ഈ സ്റ്റോക്കിൻ്റെ ഇയർ ഓൺ ഇയറിൽ 49% സെയിൽസ് റവന്യൂ വർധനമാണ്. പ്രോഫിറ്റിൽ 67% ഇയർ ഓൺ ഇയർ വർധനമാണ്. ക്വാർട്ടർലിയും ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. മൂന്നാമത്തെ ഒരു സ്റ്റോക്ക് ബില്യൺ ബ്രെയിൻസ് ഗാരേജ് വെഞ്ചേഴ്സ് ആണ്. ഇതിനെ ഗ്രോ എന്ന് പറഞ്ഞാലാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക. അപ്പോൾ ഗ്രോ എന്ന ഈ ബ്രോക്കർ പ്ലാറ്റ്ഫോം ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സും സർവീസസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫിൻടെക് കമ്പനിയാണ് ഗ്രോ. ഇതിൻ്റെ റിസൾട്ടും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇയർ ഓൺ ഇയർ സെയിൽസ് റവന്യൂവിൽ 87% വർധനവും പ്രോഫിറ്റിൽ 122% വമ്പിച്ച വർധനവുമാണ്. ക്വാർട്ടറിലും ഇതേപോലെ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് നമുക്ക് 20% മുകളിൽ കാണാൻ കഴിയും. അടുത്തൊരു സ്റ്റോക്ക് IT സെഗ്മെന്റിലുള്ള ഒറാക്കിൾ ഫൈനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ ലിമിറ്റഡ് ആണ്. ഇത് മൊറീഷ്യസ് ബേസ്ഡ് ആയിട്ടുള്ള ഒറാക്കിൾ ഗ്ലോബലിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനിയാണ്. അപ്പോൾ IT ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റിലും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സർവീസസ് ഇൻഡസ്ട്രിയിൽ ഔട്ട്സോഴ്സ്ഡ് ബിസിനസ് പ്രോസസ്സിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന OFSS എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. ഇതിൻ്റെ റിസൾട്ടും IT കമ്പനികളിലുള്ള വ്യത്യസ്തമായ ഒരു റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. ഇയർ ഓൺ ഇയറിൽ 20% സെയിൽസ് റവന്യൂവും അതുപോലെ തന്നെ ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റിൽ 30% വർധനവുമാണ് ഈ സ്റ്റോക്കിൽ നമ്മൾ കാണുന്നത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും തകർപ്പൻ പെർഫോമൻസ് ആണ് ഈ സ്റ്റോക്കിലുള്ളത്. ഈ സ്റ്റോക്കിൻ്റെ ഇത്തരത്തിലുള്ള റിസൾട്ട് കാരണമാണ് കഴിഞ്ഞ ദിവസം IT സെഗ്മെൻറ്റിൽ വമ്പിച്ച തകർച്ച ഉണ്ടായിട്ടും ഈ സ്റ്റോക്ക് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അടുത്തൊരു സ്റ്റോക്ക് പെർസിസ്റ്റന്റ് സിസ്റ്റംസ് ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗും അതുപോലെ കമ്പനികളുടെ മോഡേണൈസ്ഡ് ബിസിനസ്സിലേക്ക് സ്ട്രാറ്റജിക് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു IT കമ്പനിയും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. AI റിലേറ്റഡ് ആയിട്ട് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ IT കമ്പനി കൂടിയാണിത്. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 25% വർധനവും പ്രോഫിറ്റിൽ 33% വർധനവും ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും പ്രോഫിറ്റിൽ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. 7% സെയിൽസ് വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്ക് രാഘവ് പ്രൊഡക്ടിവിറ്റി എൻഹാൻസേഴ്സ് ലിമിറ്റഡ് ആണ്. രാജസ്ഥാൻ ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഇത് ലോകത്തിലെ തന്നെ റിമ്മിംഗ് മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ്. ഇപ്പോൾ റിമ്മിംഗ് മാസ് എന്ന് പറയുന്നത് സ്റ്റീൽ വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള ഒരു റോ മെറ്റീരിയലാണ്. അതുപോലെ തന്നെ സ്റ്റീൽ വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് കെമിക്കൽ മിനറൽ പ്രൊഡക്ട്സും സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ഈ ഒരു RPEL എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 39% വർധനവും പ്രോഫിറ്റിൽ 49% വർധനവും ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും 7% പ്രോഫിറ്റ് വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 9% വർധനവും ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു ഔട്ട്സ്റ്റാൻഡിംഗ് റിസൾട്ട് കൊണ്ടുവന്ന സ്റ്റോക്കാണ് ഒനിക്സ് സോളാർ എനർജി ലിമിറ്റഡ്. റിന്യൂവബിൾ എനർജി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനി ഇതിനു മുമ്പ് ഗ്യാസ് മേഖലയിൽ പ്രവർത്തിച്ച ഒരു കമ്പനി ആയിരുന്നു. എന്നാൽ ആ ബിസിനസ് വൈൻഡപ്പ് ചെയ്തിട്ട് ഇവർ കൂടുതലായിട്ട് ഇപ്പോൾ സോളാർ മേഖലയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 202% ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള വർധനവ് കാണുന്നത്. അതുപോലെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 3000% വമ്പിച്ച ഗ്രോത്താണ്. തീർച്ചയായിട്ടും ഇതുവരെ വന്ന റിസൾട്ടുകളിൽ ഔട്ട്സ്റ്റാൻഡിംഗ് റിസൾട്ടാണ് ഈ സ്റ്റോക്കിൽ നമ്മൾ കാണുന്നത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ഇതേപോലെ തന്നെ ട്രിപ്പിൾ ഡിജിറ്റ് സെയിൽസ് ഗ്രോത്താണ് കാണുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും ഒരു ചെറിയ കമ്പനിയാണെങ്കിലും ഇത് ഒരു ഞെട്ടിക്കുന്ന റിസൾട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റൊരു സ്റ്റോക്ക് രാജേഷ് പവർ സർവീസസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ പവർ മേഖലയിലുള്ള ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്കും പ്രൈവറ്റ് യൂട്ടിലിറ്റി കമ്പനികൾക്കും കൺസൾട്ടൻസി സർവീസസും മറ്റ് സപ്പോർട്ട് സർവീസുകളും നൽകുന്ന ഒരു കമ്പനിയാണ് രാജേഷ് പവർ. ഇതിൻ്റെ സെയിൽസിൽ 30% വർധനവും പ്രോഫിറ്റിൽ 32% ഇയർ ഓൺ ഇയറിൽ നമ്മൾ കാണുന്നത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും വമ്പിച്ച ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ക്വാർട്ടറാണ് ഈ കമ്പനിയുടെ ഗ്രോത്തിന് സഹായിച്ചിട്ടുള്ളത്. മറ്റൊരു സ്റ്റോക്ക് നവ്കാർ കോർപ്പറേഷൻ ആണ്. ഇത് ലോജിസ്റ്റിക് മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് കാർഗോ ട്രാൻസിറ്റ് സർവീസസ് ആണ് ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ്. നവ്കാർ കോർപ്പറേഷൻ്റെ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 92% വമ്പിച്ച ജമ്പാണ്. പ്രോഫിറ്റിലാണെങ്കിൽ ട്രിപ്പിൾ ഡിജിറ്റ് ഗ്രോത്താണ്, 175% ഗ്രോത്താണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഡബിൾ ഡിജിറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് കാണാൻ കഴിയും. അതുപോലെ സെയിൽസിൽ 8% വർധനവ് കാണാൻ കഴിയും. ഫൈനലായിട്ട് നമ്മൾ കാണുന്നത് ഓറം പ്രോപ്ടെക് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ഒരു ബിസിനസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനിയാണ്. ഇതൊരു മൈക്രോ ക്യാപ് കമ്പനിയാണ്. ഇത്ര നാളും ഒരു ലോസ് മേക്കിംഗ് കമ്പനിയായിരുന്നു. ഇപ്പോൾ അത് ഒരു പ്രോഫിറ്റിലേക്ക് വന്നതായിട്ട് കാണാം. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 82% വർധനവും പ്രോഫിറ്റിൽ 152% വമ്പിച്ച ഒരു ഗ്രോത്തുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ക്വാർട്ടറാണ് ഇത്ര വലിയ ഒരു ജമ്പ് ഇതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത്.
സെയിൽസിലും 10% വർധന ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ 10 സ്റ്റോക്കുകൾ നല്ല റിസൾട്ട് തന്നു എന്നതുകൊണ്ട് അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം റിസൾട്ടിലെ റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും മാത്രം പരിശോധിച്ചുകൊണ്ട് നമുക്കൊരു സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് വേറെ തന്നെ നോക്കേണ്ടതുണ്ട്. അതുപോലെ അതിൻ്റെ വാല്യുവേഷൻ, അതുപോലെ ടെക്നിക്കൽ ലെവൽസൊക്കെ നോക്കിക്കൊണ്ട് മാത്രമേ നമുക്കൊരു സ്റ്റോക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഈ മുകളിൽ കൊടുത്ത സ്റ്റോക്കുകളിൽ ഏതെങ്കിലും കൂടുതലായിട്ട് ഡീപ്പ് അനാലിസിസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് പുതുതായിട്ട് വരുന്ന ഇത്തരത്തിലുള്ള ടോപ്പ് 10 സ്റ്റോക്കുകളുടെ ഒരു റിസൾട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.